ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. മർത്തമറിയം വനിതാ സമാജം 2025 കേന്ദ്ര പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ക്രമീകരിച്ച് കിട്ടിയിരിക്കുന്ന വീണ്ടെടുക്കുന്ന ക്രിസ്തു റൂത്തിന്റെയും എസ്റ്ററിന്റെയും പുസ്തകങ്ങളിലൂടെ ദ റിഡീമിംഗ് ക്രൈസ്റ്റ് ത്രൂ ദ ബുക്സ് ഓഫ് റൂത്ത് ആൻഡ് എസ്റ്റർ. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ഈ പുസ്തകത്തിന്റെ ഏറ്റവും ആദ്യ ഭാഗം an introduction to Ruth and Esther എന്നുള്ള ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് പഠിച്ചത് അല്ലേ. ഇന്ന് ആ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ചില ചോദ്യോത്തരങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ, ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് തുടങ്ങാം. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഭാഗത്ത് നിന്ന് പൊതുവിന് ചോദിക്കാൻ സാധ്യതയുള്ളത് കൂടുതലും മാച്ച് ദ ഫോളോയിങ്ങിൽ വരാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് പല രീതിയിൽ വരാം. അതിന്റെ ഒരു സാമ്പിൾ മാത്രമാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. റൂത്ത് എന്ന് ചോദിക്കുമ്പം മൊവാബ് എന്നുള്ളതൊരു ഓപ്ഷൻ ആയിട്ട് വരാം. എസ്റ്റർ എന്നുള്ളത് പേർഷ്യ. ഇതിനകത്തിൽ ആക്ച്വലി മലയാളം ലിപിയിൽ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നെടുത്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ഇഷ്യൂസ് ആണ്. ഞാൻ നോക്കിയിട്ട് അത് കറക്റ്റ് ആയില്ല. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ദയവേത് ഇംഗ്ലീഷുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ളത് മനസ്സിലാക്കണം കേട്ടോ. പിന്നെ എസ്റ്റർ പേർഷ്യ, ഒരു പേർഷ്യൻ, ഒരു യഹൂദ വംശജ ആയിരുന്നെങ്കിലും ഷി വാസ് എ പേർഷ്യൻ ക്വീൻ, ഒരു പേർഷ്യൻ രാജ്ഞി ആയിരുന്നതിനാൽ എസ്റ്റർ പേർഷ്യ എന്ന് വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം. എലിമലേക്കിന്റെ ഭാര്യയായ നവമി. പിന്നെ ബോവസ്, ബേത്ലഹേമിൽ ഉണ്ടായിരുന്ന ബോവസ് എന്നുള്ളതാണ്. പിന്നെ ഹീബ്രു ബൈബിൾ, എബ്രായ ബൈബിളിൽ ഏകദേശം 24 ബുക്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. പുരീം എന്ന് പറയുന്ന ഫെസ്റ്റിവലിന്റെ ഏറ്റവും കേന്ദ്ര ബിന്ദു എന്നുള്ളത് എസ്റ്റേറിന്റെ പുസ്തകമാണ്. ഇതൊരു സാമ്പിൾ ആയിട്ട് ഞാൻ കൊടുത്തതേ ഉള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങിൽ ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ വിച്ച് ആർ ദ 2 ബുക്സ് ഇൻ ബൈബിൾ നോൺ ബൈ ദ നെയിംസ് ഓഫ് വുമൻ? ബൈബിളിൽ സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന 2 പുസ്തകങ്ങൾ ഏതാണ്? സംശയമൊന്നുമില്ല, റൂത്തും എസ്റ്റേറും. അടുത്തത്, റൂത്ത് എ ഡാഷ് വുമൻ ആൻഡ് എസ്റ്റർ എ ഡാഷ് വുമൻ എക്സിബിറ്റഡ് their dash and dash to God through their own lives. ഡാഷ് സ്ത്രീയായ റൂത്തും ഡാഷ് സ്ത്രീയായ എസ്റ്റേറും സ്വന്തം ജീവിതത്തിലൂടെ ദൈവത്തിന് മുൻപിൽ അവരുടെ ഡാഷ് ആൻഡ് ഡാഷ് എന്നിവ പ്രദർശിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്താണ്? റൂത്ത് മോവാബൈറ്റ് വുമൺ, ഒരു മോവാബിയ സ്ത്രീയായ റൂത്തും അതുപോലെ എസ്റ്റേർ ജൂയിഷ് വുമൺ, യഹൂദ വംശജ അല്ലെങ്കിൽ ഒരു യഹൂദ സ്ത്രീ ആയിരിക്കുന്ന എസ്റ്റേറും they have exhibited their devotion and faithfulness എന്നുള്ളതാണ് കേട്ടോ. എന്താണ് അവിടെ വരുന്നത്? ഭക്തിയും വിശ്വസ്തതയും എന്നുള്ളതാണ് അവിടെ വരുന്നത്. എന്നിവ അവരുടെ സ്വന്തം ജീവിതത്തിലൂടെ അവർ വ്യക്തമാക്കിയവരാണ്. ഭക്തിയും വിശ്വസ്തതയും, ഡിവോഷൻ ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്. ഇനിയും അടുത്തത്, ഹൂ ഇസ് റൂത്ത്? ആരാണ് റൂത്ത്? നമുക്കറിയാം. എന്താണ്? തന്റെ ഭർത്താവിന്റെ മരണശേഷവും അമ്മായി അമ്മയെ സ്വന്തം അമ്മയായി കണ്ട് പരിചരിക്കുകയും അമ്മായി അമ്മയുടെ ദൈവത്തെ സ്വന്തം ദൈവമായി കണ്ട് സ്നേഹിക്കുകയും ചെയ്തതിനാൽ ദൈവം മനുഷ്യനു വേണ്ടി ഒരുക്കിയ രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗമാവുകയും യേശു ക്രിസ്തുവിന്റെ വംശാവലിയുടെ ഭാഗമായി തീരുവാനും തക്കവണ്ണം ഭാഗ്യം ലഭിച്ച സ്ത്രീയാണ് റൂത്ത് എന്ന് നമുക്ക് എഴുതാൻ സാധിക്കണം. ഈവൻ ആഫ്റ്റർ ഹെർ ഹസ്ബൻഡ്സ് ഡെത്ത്, Ruth lovingly cared for her mother-in-law as her own and embraced her mother-in-law's God as her own. And by that, she became the part of God's plan of salvation and was included in the genealogy of Jesus Christ. Okay ആണല്ലോ. ഇനിയും അടുത്തത്, when is Ruth written? ഏത് കാലഘട്ടത്തിലാണ് റൂത്ത് എഴുതപ്പെട്ടത്? 1300 BC, 1300. അതായത് ഇങ്ങനെ തന്നെ എഴുതണം. ഇസ്രായേലിൽ ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഒരു 11 വർഷത്തെ കഥകളാണ്, സംഭവങ്ങളാണ് നമുക്ക് റൂത്തിന്റെ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇസ്രായേലിൽ ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്തിരുന്ന സമയത്ത് the book includes events that took place over a span of 11 years during the period when Israel had been ruled by judges എന്നുള്ളത് എഴുതണം. Name of the 2 sons of Elimelech and Naomi. എലിമലേക്കിന്റെയും നവോമിയുടെയും 2 പുത്രന്മാരുടെ പേര് മഹ്ലോനും കില്യോനും. അതുപോലെ റൂത്ത് ഗോസ് ഡാഷ് ഇൻ ദ ഫീൽഡ് ഓഫ് ബോവസ്. റൂത്ത് ബോവസിന്റെ വയലിൽ ഡാഷ് പോകുന്നു, കാല പെറുക്കുവാൻ പോകുന്നു. റൂത്ത് ഗോസ് ഗ്ലീനിങ് ഇൻ ദ ഫീൽഡ് ഓഫ് ബോവസ് എന്നുള്ളതാണ്. അത് തിരിച്ചും ചോദിക്കാം. റൂത്ത് ഗോസ് ഗ്ലീനിങ് ഇൻ ദ ഫീൽഡ് ഓഫ് ഡാഷ്. റൂത്ത് ഡാഷ് ആരുടെ വയലിൽ കാല പെറുക്കുവാൻ പോകുന്നു? ബോവസിന്റെ വയലിൽ എന്നുള്ളത് എഴുതാൻ പറ്റണം.
വാട്ട് ഡു വി വിറ്റ്നസ് ത്രൂ ഔട്ട് ദ ബുക്ക് ഓഫ് റൂത്ത്? എന്താണ് റൂത്തിന്റെ പുസ്തകത്തിൽ ഉടനീളം കാണുന്നത്? The events leading to the redemption of Ruth by the just God who transformed her from a poor woman gleaning grain behind the harvesters in a field into the owner of the fields where she had come to glean are what we witness throughout the book of Ruth. ടെക്സ്റ്റ് ബുക്കിലുള്ള ആൻസേഴ്സ്, അതുപോലെ ടെക്സ്റ്റ് ബുക്കിലെ ആൻസേഴ്സ് നമ്മൾ കഴിവുള്ളിടത്തോളം ടെക്സ്റ്റ് ബുക്കുമായിട്ട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലത്. എന്താണ്? നീതിമാനായ ദൈവം അവളെ താൻ കാല പെറുക്കുവാൻ പോയ വയലിന്റെ നാഥയാക്കി മാറ്റുന്ന വീണ്ടെടുപ്പിന്റെ സംഭവങ്ങളാണ് റൂത്തിന്റെ പുസ്തകത്തിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ദ ബുക്ക് റൂത്ത്? റൂത്ത് എന്ന പുസ്തകത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു, കണ്ടന്റ് പഠിച്ച കൂട്ടത്തിൽ നമ്മൾ പഠിച്ചിരുന്നു. എന്തൊക്കെയാണ്? ഒരു യഹൂദ വംശജയല്ലാത്ത സാധാരണ സ്ത്രീ ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത നമ്മൾ എന്ത് പറഞ്ഞു? ചെറിയ പുസ്തകമാണെങ്കിലും വലിയ കാര്യങ്ങളാണ് പ്രതിഫലിപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിലേക്ക് വെളിച്ചം വീശുന്നതായിട്ടുള്ള ഒരു പുസ്തകമാണ്. അതുപോലെ 3 വിധവകളുടെ ചരിത്രത്തിൽ തുടങ്ങി അത് എപ്രകാരം വീണ്ടെടുപ്പിലേക്ക് അത് നീങ്ങി എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. ഒരു കുടുംബത്തിന്റെ സന്തോഷവും സന്താപവും ഒക്കെ ചേർന്നുള്ള ഒരു വിശദീകരണമാണ്. ഇതൊക്കെ നമുക്ക് ആ ഒരു ഭാഗത്ത് എഴുതാൻ സാധിക്കും. ഇനിയും അവിടെ തന്നെ അതൊരു മറ്റൊരു രീതിയിൽ ചോദിക്കാൻ സാധിക്കും. എന്തെല്ലാം വാട്ട് ആർ ദ ഡിസ്ക്രിപ്ഷൻസ് ദാറ്റ് വി ഫൈൻഡ് ഇൻ ദ ബുക്ക് ഓഫ് റൂത്ത്? എന്തെല്ലാം വിവരണങ്ങളാണ് നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത്? എന്തൊക്കെ എഴുതണം? യഹോവയാം ദൈവത്തോടുള്ള രൂത്തിന്റെയും നവമിയുടെയും ഒക്കെ വിലമതിപ്പിന്റെയും അവന്റെ രക്ഷാകര ക്രമീകരണങ്ങളിലുള്ള ആശ്രയത്തിന്റെ വിവരണം നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. 1. 2. മശിഹൈക വംശപാരമ്പര്യത്തിൽ യഹോവയ്ക്കുള്ള അതിയായ താല്പര്യം എടുത്തു കാണിക്കുന്ന ഒരു വിവരണം ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു കുടുംബത്തിന്റെ സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും ഹൃദയസ്പർശിയായ വിവരണം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? We can see the details of how much they honored their God Jehovah and how much they trusted in his salvific arrangements for them. രണ്ടാമതായിട്ട് it describes the interest that God Jehovah took in the genealogy of the Messiah. മൂന്നാമതായിട്ട് it touchingly describes the joys and sorrows within a family. ഇങ്ങനെ 3 വിവരണങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് ദി ബുക്ക് റൂത്ത്? റൂത്ത് എന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കം ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ടെക്സ്റ്റ് ബുക്കിൽ 4 അധ്യായങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ കഥ പോലെ എഴുതിയിരിക്കുന്നത് ഓർത്ത് നമ്മുടേതായ രീതിയിൽ എഴുതാം. പക്ഷെ കൂടുതൽ ടെക്സ്റ്റ് ബുക്കിനോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും നല്ലത്. വാട്ട് ഇസ് ദ മേജർ തീം ഓഫ് റൂത്ത്? റൂത്തിന്റെ പുസ്തകത്തിന്റെ പ്രധാന പ്രമേയം എന്താണ്? നമ്മൾ പറഞ്ഞു വീണ്ടെടുപ്പ്, റിഡംഷൻ എന്നുള്ളതാണ്. ഏകദേശം 23 തവണ ഈ ഒരു വാക്ക് ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. The name of the son of Ruth and Boaz. റൂത്തിന്റെയും ബോവസിന്റെയും മകന്റെ പേരെന്താണ്? ഓബേദ് എന്നുള്ളതാണ്. ഓക്കെ. ഗോഡ്സ് പ്ലാൻ ഓഫ് സാൽവേഷൻ ഇസ് യൂണിവേഴ്സൽ. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണ്. വിശദീകരിക്കുക. നമ്മൾ പറഞ്ഞു രൂത്തിന്റെ റെപ്രസെന്റേഷൻ, അതായത് പഴയ നിയമ പുസ്തകങ്ങളിൽ റൂത്തിന്റെ പുസ്തകമുണ്ട് എന്നുള്ളത് തന്നെ അത് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണ് എന്ന് തെളിയിക്കുന്ന ഒന്നാണ്. യഹൂദന്മാർക്ക് മാത്രമായിട്ടുള്ളതല്ല, മറിച്ച് പുരുഷനും സ്ത്രീയും യവനനും യഹൂദനും പ്രവാസിയും സ്വദേശിയും പരദേശിയും ഒക്കെ ദൈവം മുൻപാകെ ഒന്നാണ് എന്നുള്ളതാണ് അവിടെ തെളിയിക്കപ്പെടുന്നത്. Ruth's representation as a Gentile in the ancestry of David signifies that all nations will be represented in the kingdom of God എന്നുള്ളത് അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ സാധിക്കുമെങ്കിൽ അത്ര എന്നുള്ളത് മാർക്ക് അനുസരിച്ച് അത് എഴുതണം. ഇനി അടുത്തത് ഹൂ ഇസ് എസ്തേർ? ആരാണ് എസ്തേർ? നമ്മൾ പറഞ്ഞു യഹൂദർക്കെതിരെ പേർഷ്യൻ രാജാവിന്റെ കൊട്ടാരത്തിൽ നടന്ന ഒരു ഉപജാപത്തിന്റെയും വെച്ച് കഴിഞ്ഞാൽ ഒരു ഗൂഢാലോചനയുടെയും കോൺസ്പിറസിയുടെയും അതിന്റെ ഫലമായി ഉണ്ടാകുവാനിരുന്ന വംശഹത്യയുടെയും അപകടത്തിൽ നിന്ന് സ്വന്തം വംശത്തിൽപ്പെട്ട യഹൂദരെ രക്ഷപ്പെടുത്തിയ പേർഷ്യൻ രാജ്ഞിയാണ് എസ്തേർ എന്ന് പറയുന്നത്. ആരാണ് എസ്തേർ? എസ്തേർ is a Persian queen of Jewish descent who with her timely intervention diverted a conspiracy that would have resulted in the genocide of her own people. ഇത്രയും എഴുതാൻ സാധിക്കണം. വാട്ട് ഇസ് ദ ഫോക്കസ് ഓഫ് ദി ഫെസ്റ്റിവൽ? പുരീം. പുരീം ഉത്സവത്തിന്റെ കേന്ദ്ര ബിന്ദു എന്താണ്? എസ്തേറിന്റെ പുസ്തകമാണ്, അല്ലെങ്കിൽ എസ്തേറിൽ കാണുന്നതായിട്ടുള്ള സംഭവങ്ങളാണ്.
അതോടൊപ്പം ഈ പുരിയും ഉത്സവത്തിൽ ഏതൊക്കെ ഭാഗത്ത് എസ്തേറിന്റെ പുസ്തകം ഉപയോഗിക്കുന്നു എന്നുള്ളതും ചോദിക്കുന്നതിനനുസരിച്ച് നമുക്ക് എഴുതാൻ സാധിക്കണം. ഇനി when was Esther written? What other information confirms the dates? എസ്തേർ എപ്പോഴാണ് എഴുതിയത്? BC 483 482 മുതൽ BC 473 വരെയുള്ള കാലഘട്ടങ്ങൾ, BC 483 482 and it's ended up in BC 473. അഹശ്വേരോഷ് രാജാവിന്റെ കാലഘട്ടത്തിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. നമ്മൾ അതോടൊപ്പം പറഞ്ഞു അഹശ്വേരോഷ് രാജാവാണ് കിങ് സെർക്സസ് 1 എന്ന് നമ്മൾ ഹിസ്റ്റോറിക്കലി അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാലഘട്ടമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. അതോടൊപ്പം മറ്റ് എന്തൊക്കെയാണ് ആ തീയതികളെ സ്ഥിരീകരിക്കുന്നത്? ജോസഫസ് എന്നുള്ള ജൂയിഷ് ഹിസ്റ്റോറിയൻ, ഒരു യഹൂദ ചരിത്രകാരന്റെ റൈറ്റിംഗ്സ് നോക്കുമ്പോൾ എസ്റ്റേർ റബ്ബ എന്നുള്ള ഒരു ജൂവിഷ് കളക്ഷൻ ആണ് എസ്തേറിന്റെ പുസ്തകത്തിന്റെ വ്യാഖ്യാനങ്ങളും ഇന്റർപ്രിട്ടേഷനും ഒക്കെ കാണുന്ന എസ്തേർ റബ്ബ എന്നുള്ള കളക്ഷൻ നോക്കുമ്പോഴും, അതുപോലെ സുറിയാനി സഭാപിതാവായ ബാർ എബ്രായ അല്ലെങ്കിൽ ബാർ ഹെബ്രിയൂസ് എന്ന് പറയുന്ന നമ്മുടെ സഭാപിതാവായ സുറിയാനി സഭാപിതാവ് ചർച്ച് ഫാദർ ആണ്, അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സും നോക്കുമ്പോൾ എസ്തേറിന്റെ പുസ്തകം ഈ കാലഘട്ടത്തിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് സ്ഥിരീകരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് അവിടെ മറ്റു 3 പുസ്തകങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? മെഗില്ലത്ത്, എസ്തേറും പിന്നെ താൽമൂദ് നോക്കുമ്പോഴും ഈ BC 4ാം സെഞ്ചുറിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സെപ്റ്റുജിന്റിനെ പറ്റിയും കൂടെ നമുക്കവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. ഇനിയും എന്താണ് വാട്ട് ഇസ് മെഗില്ലത്ത് എസ്തേർ? മെഗില്ലത്ത് എസ്തേർ എന്താണ്? നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അതിന്റെ ഒരു ആൻസർ നമുക്ക് കാണാൻ സാധിക്കും. 1ാം പേർഷ്യൻ സാമ്രാജ്യത്തിലെ പഴയ നിയമ പാരമ്പര്യത്തിൽ യഹൂദ മഹാസഭയിലെ സന്യാസിമാർ പ്രഖ്യാപിച്ച എബ്രായ ബൈബിളിലെ 24 പുസ്തകങ്ങളിൽ അവസാനത്തേതാണ് മെഗില്ലത്ത് എസ്തേർ എന്ന് പറയുന്നത്. എന്താണ്? 1ാം പേർഷ്യൻ സാമ്രാജ്യത്തിലെ പഴയ നിയമ പാരമ്പര്യത്തിൽ യഹൂദ മഹാസഭയിലെ സന്യാസിമാർ പ്രഖ്യാപിച്ച എബ്രായ ബൈബിളിലെ 24 പുസ്തകങ്ങളിൽ അവസാനത്തേതാണ് മെഗില്ലത്ത് എസ്തേർ എന്ന് പറയുന്നത്. മെഗില്ലത്ത് എസ്തേർ is the last of the 24 books in the Hebrew Bible which was authorized by the Jewish priest of the first Persian Empire എന്നുള്ളത് എഴുതണം. ഇനി what is the basic ideology of the book Esther? എസ്തേർ എന്ന പുസ്തകത്തിന്റെ കാതലായ തത്വം എന്നുള്ളത് എന്താണ്? ലവ് യുവർ ബ്രദർ ആൻഡ് ഹേറ്റ് യുവർ എനിമി എന്നുള്ളതാണ്. നിന്റെ സഹോദരനെ സ്നേഹിക്കുക, നിന്റെ ശത്രുവിനെ ദ്വേഷിക്കുക എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ കാതലായ തത്വം. What does the book Esther reminds us? എസ്തേർ എന്ന പുസ്തകം എന്താണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? The book of Esther reminds us that when the basic foundations of a community face the threat of destruction, individuals in the community must be prepared to sacrifice themselves to protect and build it up. എന്താണ്? ഒരു സമുദായത്തിന്റെ സത്താപരമായ അടിസ്ഥാനങ്ങൾ അപകടത്തിലാകുമ്പോൾ അതിലെ വ്യക്തികൾ സ്വയം ത്യജിച്ച് അതിന്റെ ഉന്നമനത്തിന് വേണ്ടി ഒരുങ്ങണം എന്നുള്ളതാണ് എസ്തേറിന്റെ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി in Esther we see the salvation of dash. എസ്തേറിൽ ഡാഷിന്റെ വീണ്ടെടുപ്പ് എന്താണ്? ഒരു ജനതയുടെ മുഴുവൻ salvation of an entire community ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. The book of Esther was written during the time of dash. എസ്തേറിന്റെ പുസ്തകം ഡാഷിന്റെ കാലത്താണ്, അഹശ്വേരോഷ് രാജാവിന്റെ കാലത്താണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ദ കിങ് അഹസ്വേറസ് അല്ലെങ്കിൽ കിങ് സെർക്സസ് 1 എന്നൊക്കെ എഴുതുന്നതിനെക്കാട്ടിലും ഒരുപക്ഷെ കറക്റ്റ് ആയിട്ട് എഴുതാൻ നല്ലത് കിങ് അഹസ്വേറസ് അല്ലെങ്കിൽ അഹശ്വേരോഷ് രാജാവിന്റെ കാലഘട്ടത്തിലാണ് എസ്തേറിന്റെ പുസ്തകം എഴുതപ്പെട്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയൊക്കെയാണ് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ളത്. അപ്പം പഠിക്കാൻ താല്പര്യമുള്ളവര് എന്ത് ചെയ്യണം? ഈ പുസ്തകങ്ങളും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മറ്റ് ചോദ്യങ്ങളും കൂടെ ഒരു നോട്ട്ബുക്ക് എടുത്ത് വെച്ച് അതിലേക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതി വെക്കണം. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് പറ്റുമ്പം വെറുതെ ഒന്ന് വായിച്ചു നോക്കണം. അപ്പം അത്രയും മതി ഇതെല്ലാം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരിക. ഇനിയും അത് ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കമന്റ് ചെയ്യുക. അപ്പം അത് ബാക്കിയുള്ളവർക്കും പഠനത്തിന് സഹായമായി മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതും കൂടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചു. ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ഉത്തരം നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.